കാസർഗോഡേക്ക് പോകാം. കാസർഗോഡ് നിന്നും ഞങ്ങളുടെ പ്രതിനിധി സാരംഗ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, സപ്തഭാഷാ സംഗമ ഭൂമി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത്? പെർസെൻറ്റേജ് ഉച്ചവരെയുള്ള ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്ന പ്രകാരം എങ്ങനെയാണ്? ബൂത്തുകളിലെ സ്ഥിതി എന്താണ്? പ്രതീക്ഷ, പൊതുവെ തിരഞ്ഞെടുപ്പിനോട് നല്ല രീതിയിൽ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് കണ്ണൂർ ജില്ലാതിർത്തിയായിട്ടുള്ള കയ്യൂർ ചിമേനി പ്രദേശത്താണ്. ഇവിടെ ജില്ലാതിർത്തിയായിട്ടുള്ള പ്രദേശമാണ്. കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരു മേഖല തന്നെയാണ് കയ്യൂർ ചിമേനി എന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് ഇവിടെ അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് 2:15 എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇപ്പോൾ കൃത്യമായി 75% ആളുകൾ കൃത്യമായി പോൾ ചെയ്തിരിക്കുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. നേരത്തെ നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ നഗരസഭാ മേഖലകളിലൂടെയായിരുന്നു കാര്യമായി നമ്മൾ യാത്ര ചെയ്തിരുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ്, അവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരുപക്ഷെ രാവിലെയൊക്കെ തന്നെ ചെറിയ തോതിൽ ഈ തണുപ്പും അതോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ പോകുന്നതിൻ്റെ തിരക്കുമൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് ആളുകൾ എത്തുന്നതിൽ ചെറിയ രീതിയിലുള്ള വിമുഖതയൊക്കെ തന്നെ കാണിച്ചിരുന്നെങ്കിൽ, പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ കൃത്യമായി ത്രിതല പഞ്ചായത്തുകളിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ കൃത്യമായ ബോധ്യത്തോടുകൂടി പലരും ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെ മുഴുവൻ കൂട്ടി വോട്ട് ചെയ്യാനായി ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാകുന്നു. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ തന്നെ ചെറിയ തോതിൽ വോട്ടിംഗ് മെഷീൻ പണി മുടക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രയാസമുണ്ടാകുന്നു. ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ആശങ്കയിൽ ആഴ്ത്തുന്ന സംഭവങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ഉദുമ പഞ്ചായത്തിലെ അരമങ്ങാനം വാർഡിനകത്ത് ഇത്തരത്തിൽ 1 മണിക്കൂറോളം പൂർണ്ണമായി വോട്ടെടുപ്പ് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും ഓക്സിലറി ബൂത്തുകളില്ലാത്തതും ഇത്തരത്തിൽ പലയിടങ്ങളിലായി ഇപ്പോൾ നിലവിൽ ജില്ലയിലുടനീളമായി 12ഓളം ഇടത്താണ് ഇപ്പോൾ നിലവിൽ വോട്ടിംഗ് മെഷീൻ പ്രവർത്തനരഹിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ പോളിംഗ് വൈകിട്ട് ഏറെ വൈകുന്ന സ്ഥിതിഗതിയിലേക്ക് തന്നെ പോയേക്കാം. പലയിടങ്ങളിൽ നിന്നായി വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ ഓക്സിലറി ബൂത്തുകൾ എന്നുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും പലയിടത്തും അത് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ അതുപോലെ തന്നെ നഗരസഭാ പരിധിയിലൊക്കെ തന്നെ ഇനി വരുന്ന മണിക്കൂറുകൾ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുൻകാണേണ്ടതുള്ളത്. പ്രജീഷ്.